മോർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശനഷ്ടം. ഉപ്പുവെള്ളം കൊണ്ടുണങ്ങി വീഴുകയാണ് തെങ്ങുകൾ. 100-ൽ പരം വീടുകൾ ഉൾപ്പെടെ പ്രദേശം ഉപ്പുവെള്ളം കയറി ദുരിതത്തിലായിട്ട് മാസങ്ങളായി. നീലേശ്വരം നഗരസഭയിലെ ഓർച്ച പ്രദേശത്ത് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. രാപ്പകൽ വ്യത്യാസമില്ലാതെ പുഴവെള്ളം പറമ്പുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ നാളികേരം മുഖ്യ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പറമ്പുകളിൽ പുഴവെള്ളം കെട്ടിക്കിടന്ന തെങ്ങുകൾ ഉണങ്ങി വീഴുന്നതും കായ്ഫലം ഇല്ലാതാക്കുന്നതും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഓർച്ച പ്രദേശത്തെ പറമ്പുകളിൽ തലപ്പോയ തെങ്ങുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഓർച്ച എന്ന ഗ്രാമം ഒരു താഴ്ന്ന പ്രദേശമാണ്. സാധാരണ ഉപ്പുവെള്ളം കയറാറുണ്ട്. മുൻകാലങ്ങളിൽ ബാവോടനുബന്ധിച്ചാണ് ഉപ്പുവെള്ളം കയറാറ്. ഇപ്പോഴത് അതിന് സമയം കാലമൊന്നുമില്ല, എന്നും ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പാലായി ഷട്ടർട്ടൺ ബ്രിഡ്ജ് അത് ഒരു പരിധിവരെ ഇതിനൊരു കാരണമാണ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവിടെ പച്ചക്കറിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ തെങ്ങോട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു തെങ്ങും അതിന് വളം ചേർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ തെങ്ങ് പാടെ നശിച്ചു പോകുന്നു. അതുപോലെ പച്ചക്കറി ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 80-ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മൊത്തത്തിൽ നാട്ടിൽ മുഴുവൻ ഉപ്പുവെള്ളം കയറി ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. തെങ്ങുകൾക്ക് പുറമെ മറ്റ് ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നശിക്കുകയാണ്. സമീപ പ്രദേശങ്ങളായ കടിഞ്ഞിമൂല, പുറത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളും മാസങ്ങളായി ദുരിതം നേരിടുന്നുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. സിറ്റി ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.